വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16 അധ്യായത്തിന്റെ 16 മുതൽ. യോഹന്നാൻ 16 മുതൽ. യേശു അരുളി ചെയ്തു, അല്പനേരം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, പിന്നെയും അല്പനേരം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും. എന്നാൽ ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കൽ പോകുന്നു. അപ്പോൾ അവൻ്റെ ശിഷ്യന്മാരിൽ പരസ്പരം, അല്പനേരം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, പിന്നെ അല്പനേരം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും. എന്തെന്നാൽ ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കൽ പോകുന്നുവെന്ന് അവർ നമ്മോട് പറഞ്ഞത് എന്താണ്? അല്പനേരമെന്ന് അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താകുന്നു? അവർ എന്തു പറയുന്നുവെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞു. അവർ തന്നോട് ഇത് ചോദിപ്പാൻ ആഗ്രഹിക്കുന്നുവെന്ന് യേശു അറിഞ്ഞിട്ട് പറഞ്ഞു, അല്പനേരം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, പിന്നെ അല്പനേരം കഴിഞ്ഞാൽ എന്നെ കാണും എന്ന് ഞാൻ പറഞ്ഞതിനെക്കുറിച്ചാണോ നിങ്ങൾ അന്യോന്യം ചോദിക്കുന്നത്? സത്യമായി സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ദുഃഖിച്ച് വിലപിക്കുമെന്നാൽ ലോകം സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിക്കും, നിങ്ങളുടെ ദുഃഖമോ സന്തോഷമായി മാറും. സ്ത്രീക്ക് പ്രസവ സമയത്ത് വേദനയുണ്ട്, എന്നാൽ പ്രസവിച്ച ശേഷമോ ഒരു മനുഷ്യൻ ജനിച്ചിരിക്കുന്നു എന്ന സന്തോഷ നിമിത്തം തൻ്റെ വേദന മറക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്കും ദുഃഖമാകുന്നു, ഞാൻ വീണ്ടും നിങ്ങളെ കാണും, അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. ആരും എടുത്തു കളയാത്ത സന്തോഷം നമുക്ക് കിട്ടിയിട്ടുണ്ടോ? അത് കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്ത് പെന്തക്കോസ്തി കഴിഞ്ഞേ നമുക്ക് കിട്ടുള്ളൂ. ഈ അല്പനേരം കഴിഞ്ഞ് കാണുകയില്ല എന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്. കർത്താവ് അവരെ വിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്തതിന് ശേഷം 10 ദിവസം കാത്തിരുന്നിട്ട് പെന്തക്കോസ്തിയിൽ അവർക്ക് ആത്മഫലങ്ങൾ വിളയിക്കുന്ന ആത്മനിറവുള്ളവരായി അവർ തീരും എന്നുള്ള ആ ഒരു പ്രവചനമാണ് നടത്തിയിരിക്കുന്നത്. അടുത്ത വ്യാഴാഴ്ച നമ്മളിവിടെ സ്വർഗ്ഗാരോഹണ പെരുന്നാൾ നടത്താൻ പോവുകയാണ്. ഇനിയും ഒരാഴ്ച മാത്രമേ ഉള്ളൂ. സ്വർഗ്ഗാരോഹണ പെരുന്നാൾ കഴിഞ്ഞുള്ള കാത്തിരിപ്പ് കഴിഞ്ഞ് ജൂൺ മാസം 4-ാം തീയതി പെന്തക്കോസ്തി പെരുന്നാൾ വരുന്നു. അന്ന് നമുക്ക് ആർക്കും കളയാൻ സാധിക്കാത്ത ആത്മഫലം വിളയിക്കുന്ന വിളഭൂമിയായി മാറുവാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ വിശ്വാസങ്ങളോടും എല്ലാ വിദ്യാബോധങ്ങളോടും യാത്ര പറഞ്ഞ് ആത്മനിറവിനായി നമ്മുടെ വേദി പുതുക്കപ്പെടുവാൻ, പഴയ വ്യക്തി പുതുതായി മാറുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒന്നുകൂടെ പാവമോചന പ്രാർത്ഥന നടത്തുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ.